നമുക്കൊരു കൂമ്പ് തോരൻ വെക്കുന്നതൊന്ന് നോക്കിയാലോ? ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാന്ന്. അപ്പൊ സമയമുള്ളപ്പോൾ ഞാനൊന്ന് കാണിച്ചേക്കാന്ന്. എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഞാൻ ഒരു 3, 4 കൂമ്പ് കിട്ടി. അയ്യത്തുനിന്ന് ഒടിച്ചെടുത്തയാണേ. അത് കുനുകുനാന്നിങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുവാ. അരിഞ്ഞെടുത്തിട്ട് ഇത് ഞാൻ ആദ്യം ശകലം അരിഞ്ഞത് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ഫുള്ള് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അരിഞ്ഞ് എടുത്ത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇതിന് ചെറിയ അരിഞ്ഞിടുമ്പോൾ ഒരു വള്ളി വള്ളി പോലുള്ള കറ കണ്ടോ? അതിന്റെ കയ്യിൽ ശകലം വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് അത് കുറേശ്ശെ എടുത്തിട്ട് കൈ വെച്ച് നല്ല പോലെ ഇങ്ങനെ തിരുമ്മി തിരുമ്മി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിന്റെ ആ കറ മാറി കിട്ടുവേ. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഞാനിങ്ങനെയാ ചെയ്യുന്നത്. ആ കറ മാറി കഴിയുമ്പോൾ ഉണ്ടോ, അതിന്റെ ആ വാഴക്കൂമ്പിന്റെ ആ കറയായത് ഉണ്ടയായിട്ട് കിട്ടുക. അതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. തേങ്ങ, കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി, ജീരകം. ഞാൻ വറ്റൽമുളകാണ് ഇട്ടത്. എനിക്ക് അറിയത്തില്ല പച്ചമുളകൊക്കെ ഇടാൻ പറ്റുമോന്ന്. ഞാൻ അരകല്ലിലും അരച്ചെടുത്ത് ചതച്ചെടുത്തേക്കുന്നത്. അപ്പം ആ ഒരു അരപ്പ് വെള്ളം മാത്രമേ ഉള്ളേ. എന്നിട്ട് ഒരു ചീനിച്ചട്ടി അങ്ങോട്ട് വെക്കുക. അതിനകത്തോട്ട് കടുവറക്കമുള്ള സാധന സാമഗ്രികൾ നമുക്കിടാം. ഇത് കടുകല്ല ഇടുന്നത്. നമ്മൾ ചില ചീര അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള അരിയിടും, ഉഴുന്നിടും, ചിലതിന് കടുകിടും. അപ്പൊ ഇതിന് ഞാൻ ഇട്ടേക്കുന്ന ഉഴുന്നാണേ. അപ്പൊ ഒരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കൂമ്പ് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട. ഈ അരപ്പ് അതിന്റെ നടുക്കോട്ടിട്ടിട്ട് അങ്ങ് അടച്ചു വെക്കുക. വന്നിട്ട് അടച്ച് നല്ല പോലെ ആവി പോകാത്ത രീതിയിൽ അടച്ചു വെക്കുക. അരപ്പിന്റെ വെള്ളം മാത്രമേ ഉള്ളൂ അതിനകത്തെ. അത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അടി പിടിക്കുമോ എന്ന് നോക്കണേ. അത് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യമേ കടു വറുത്തുകൊണ്ട് പിടിക്കത്തില്ല, അടി പിടിക്കത്തില്ല. നല്ല ടേസ്റ്റാ. എല്ലാവരും ഒന്ന് കണ്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരണേ. ലൈക്ക് ചെയ്ത്